ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനതൊക്കെയാണ് മക്കളെ ഇന്ന് മുടക കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇറച്ചി, ഉള്ളി, പച്ചമുളക്, കരിവേപ്പില, മല്ലിച്ചപ്പ് ഇതെല്ലാം കൂടെ ഇട്ടുകൊണ്ട് ഒന്ന് വറുത്ത് വേവിച്ചെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം ഇൻഷാ അല്ലാഹ്. തീ പിടിപ്പിച്ച് കേട്ടോ, വലിയ ചട്ടിയാണ്. അപ്പം പിന്നെ അത് അടുപ്പത്ത് വെച്ച് പിടിപ്പിക്കുമ്പോൾ ഭയങ്കര ഗ്യാസിൻ്റെ മുകളിൽ വെച്ചത്തിന് വലിയ ചട്ടിയല്ലേ. അതുപോലെ ഒരു പൂതി അടുപ്പത്ത് വെച്ച് കറി ഉണ്ടാക്കാട്ടോ. അല്ലാണ്ട് ഈ ചട്ടി തന്നെയാണ് നിങ്ങൾ കാണാനില്ലല്ലോ ഗ്യാസ് വെക്കുന്നത്. ചടക്കൊരു പൂതിയാണ് അടുപ്പ് കത്തിക്കണമെന്നുള്ളത്. വെച്ചിട്ടേ ഉള്ളൂ, ചൂടാവട്ടെ വെച്ചാൽ ഞാൻ ചട്ടി വെച്ച് ഇതാ മുട്ടക്കേക്ക് ഉണ്ടാക്കാൻ പോണത്. ഇതങ്ങനെ കിടന്ന് വേവട്ടെ കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ കിടന്ന് വേവട്ടെ. ഇട്ടങ്ങനെ ആയി വരുന്നുള്ളൂ മക്കളെ, ഇനി ആവാനുണ്ട്, ആവട്ടെ. അടുപ്പത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ പൊരിഞ്ഞ് വരുന്നേ ഉള്ളൂ. നല്ലോണം പൊരിഞ്ഞിട്ടട്ടെ. ഇനി നമുക്ക് ലേശം വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. അതട്ടാ, അത് വെന്തിട്ടുണ്ട് കണ്ടാ, നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലുള്ളത് അതിലേക്ക് തട്ടണം. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ബിസ്മില്ല കേട്ടാ. നല്ല അടിപൊളിയായിട്ടുണ്ട്, കരിഞ്ഞിട്ടൊന്നുമില്ല, വെന്തിട്ടുണ്ട് കേട്ടോ മക്കളെ. അതായിട്ടുണ്ട്. കുറച്ചും കൂടെ അടുപ്പത്ത് വെച്ച്, അതാണ് ആ ബാക്കിൽ ലേസ കറുപ്പല്ല. ഇതേപോലെ തന്നെ ബാക്കിലും ഉണ്ടാകുക. പണീൻ്റെ തിരക്കിൽ ഇപ്പോഴാണ് വന്ന് വെക്കണം. എന്നാലും കരിയാണ്ട് കിട്ടിയ കഴിച്ചിലായി. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ ഒരു വിധമായിട്ടുണ്ട്. നമുക്കിതിൽ ഇതാ കരിവേപ്പില അല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആക്കിയതാട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് അതിൻ്റെ ഗ്യാസ് ഒരു പച്ചച്ചവ മാറിയാൽ നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി നല്ല ഉള്ളിൻ്റെ മണം വരുന്നുണ്ട്. ഇനി ഇതാ നമ്മളെ ഇവിടുത്തെ ചീരാമുളകും തക്കാളിയും കൂടെ ഇതാക്കണേ. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി രസപ്പും കൂടെ ഇട്ടാൽ നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് നല്ലോണം വേവട്ടെ. എന്നിട്ട് ഇറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനിതാ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, ഗരം മസാല അതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നിങ്ങനെ വാട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇത്തിരി ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട്. വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ്, പച്ച ഉലുവപ്പൊടി എല്ലാം ഇട്ടത് കേട്ടോ. ഇതും കൂടെ കൂട്ടിയിട്ടിട്ടാണ് ഇത് നല്ലോണം ഒന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ. അതൊന്ന് മൂടി വെക്കണം. എന്നിട്ടാ നമ്മളെ തക്കാളിയൊക്കെ ഒരു വിധം വെന്തിക്കുന്നു, മസാല വെന്തിക്കുന്നു. നമുക്ക് ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇറക്കട്ടെ മക്കൾ. ഇതട്ടാ കുരുമുളക് പൊടിച്ചാണിത്. ഇത് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് ഇറക്കാൻ നേരം ഒരു ലേസം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ചിൽ കിടന്ന് അങ്ങനെ വേവട്ടെ. ബാക്കി ഇറക്കാൻ നേരം ഇട്ട് കൊടുക്കാം. മുളകും പൊടി അധികം ഇട്ടില്ല, ചെറിയ കുഞ്ഞി സ്പൂണിൽ ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടോ. കുരുമുളക് അതിലിടുന്നത് കേട്ടോ. ഒന്നും കൂടെ ഇതൊന്ന് ഇതാവട്ടെ. ഇതട്ടാ നമ്മളെ ഇറച്ചിക്കേക്ക് ഫ്രൂട്ട്സ് കൊടുക്കാനായിട്ടില്ല. അപ്പോൾ കൊടുക്കുകയൊക്കെ കൊണ്ട് റെഡിയാക്കി വെച്ചതാണ്. ഉണ്ട് ഇന്ന് ബദിരീങ്ങളാണ്ടാണ്. ഇന്നലെ ബദിരീങ്ങളാണ്ട്, എന്നാൽ പള്ളിയിലൊക്കെ കഴിക്കുന്നത്. ഞാനിതട്ടാ മക്കളെ രസം കൂടെ ഇതാ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടൊന്ന് കുഴയ്ക്കാം. ഇറച്ചിയൊക്കെ നല്ലോണം വെന്തിക്കണ്. ഇനി വേവാട്ടാലില്ലേ പിന്നെ എന്തായി പോകുന്ന അറിയാം, ഉടഞ്ഞു പോകും. അപ്പം തന്നെ കാലൊന്നുമില്ല, മുള്ളയക്കിന് കാലൊക്കെ ഇങ്ങനെ ഇക്കട്ടെ കേട്ടോ.
അത്താഴത്തിനേക്കുള്ള കോഴിമുട്ടതാ വെന്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാനിന്ന് കഞ്ഞി കുടിക്കാൻ വിചാരിച്ചതാ. നെല്ലുത്തരീൻ്റെ കഞ്ഞിയാണ്. എപ്പോഴാവും കേട്ടോ. അങ്ങനെ നമ്മൾ നെല്ലുത്തരീൻ്റെ കഞ്ഞി റെഡിയായി. കഞ്ഞിതാ, കോഴിമുട്ടതാ. വേറെന്താ വിശേഷം? സുഖമല്ല എല്ലാവർക്കും? സുഖമായിരിക്കട്ടെ. സുഖവും സമാധാനം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. എല്ലാ നോമ്പും ഇനിയും പിടിച്ചു നോറ്റിവിടുവാനുള്ള നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.